ഹായ് അസ്സലാമലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് കേട്ടോ. നമ്മൾ വീട്ടമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നല്ല എല്ലാവർക്കും യൂസ്ഫുള്ളായ ടിപ്സുകളാണ്. കിച്ചണിലൊക്കെ നമ്മൾക്ക് എപ്പോഴും നമ്മൾക്ക് അത്യാവശ്യമായ നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതാ മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില നമുക്ക് എത്ര കൊണ്ടുവന്ന് വന്നാലും പെട്ടെന്ന് തന്നെ കേട് വന്ന് പോകുന്ന ഒന്നാണല്ലോ അല്ലേ. ഇപ്പോൾ ഇത് 3 ദിവസം ആയപ്പോഴത്തേനും ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മൾക്ക് ഇതിങ്ങനെ എടുത്ത് ഇതാക്കാനുള്ള ഒരു മടി കാരണം ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ല പോലെ കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ തുണിയിൽ ഇത് വിരിച്ചിട്ടിട്ട് അതിൽ ജലാംശം എല്ലാം വറ്റിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ വേര് ഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിലുള്ള കേടുള്ള ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് ഓരോ തണ്ട് ഇല നല്ലപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഒരു ബോക്സിൽ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഇതുപോലെ ആക്കി വെച്ചാൽ നമ്മൾക്ക് ഒരു മാസത്തോളമൊക്കെ നിൽക്കും കേട്ടോ. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ കവറിൽ അങ്ങനെ കെട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരാഴ്ച ഒന്നും നിൽക്കില്ല, ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കേടൊന്നു പോകും. ഇപ്പോൾ ഇതാ ഞാനിതുപോലെ ഞാനിതാ അങ്ങനെ ഓരോ തണ്ടിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കേട് വന്ന ഇലകളെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് പുതിനയിലയും ചെയ്യട്ടോ. പുതിനയില ആകുമ്പോൾ ഇങ്ങനെ ഇതുപോലെ തണ്ട് മാറ്റണം, ഇലകൾ മാത്രമായിട്ട് നമ്മൾ അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് വേണം ഇതുപോലെ കണ്ടെയ്നറിലാക്കി വെക്കാനും. മല്ലിയിലും പുതിനയിലയാണല്ലോ പെട്ടെന്ന്, മല്ലിയില എന്നാലും കുറച്ചിരിക്കും, പുതിനയില പെട്ടെന്ന് കേടൊന്ന് പോകൂലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഒന്ന് അറിയിക്കണം കേട്ടോ. ഈ ഒരു ടൈമിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോൾ അതിനടുത്ത് തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇപ്പോൾ ഞാനിതാ മല്ലിയില എല്ലാം ഇങ്ങനെ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. പുതിനയിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് ഞാൻ കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. കറിവേപ്പിലയും തന്നെ ഇതുപോലെ നമ്മൾ നല്ല പോലെ കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ തുണിയിൽ വിരിച്ച് അതിലെ ജലാംശം എല്ലാം വറ്റിയതിന് ശേഷം തണ്ടിൽ നിന്ന് ഇലകളെല്ലാം ഇതുപോലെ ഊരിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ അടിയിൽ ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇലകൾ ഇങ്ങനെ ഓരോന്നാക്കി എടുത്തിട്ടാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. ഇതുപോലെ നല്ല എയറൊന്നും കിടക്കാതെ നല്ലൊരു കണ്ടെയ്നറിൽ തന്നെ നമ്മൾക്ക് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഒരു മാസത്തിലും കൂടുതൽ നമ്മൾക്ക് ഈ ഇലകളൊക്കെ ഇരിക്കും കേട്ടോ, കറിവേപ്പിലൊക്കെ. അപ്പോൾ എല്ലാവരും ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ കുറേ കറിവേപ്പില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഞാൻ കുറേ ഗ്ലാസ് ബോട്ടിലൊക്കെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറും കൂടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ല എയറൊന്നും കിടക്കാത്ത ഇതുപോലുള്ളൊരു പാത്രം തന്നെ ആയിരിക്കണം കേട്ടോ. ഗ്ലാസ് ബോട്ടിലായാലും കുഴപ്പമില്ല. ഇതുപോലെ ഞാൻ അടച്ചിട്ട് ഇതും ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കുന്നുണ്ട്. ഫ്രീസറിൽ വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിൽ വേണം വെക്കാൻ. ഇനി നമ്മളെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ടിപ്പ് പപ്പടമാണ് കേട്ടോ. പപ്പടമൊക്കെ നമ്മൾ കൊണ്ട് വന്നാൽ ഒരു പാക്കറ്റ് ഫുള്ള് ഒന്ന് നമ്മൾ പൊരിച്ചെടുക്കുന്നൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. ഒരു കുറച്ചൊക്കെ പൊരിച്ചെടുത്തിട്ട് ബാക്കി ഇതുപോലെ നമുക്ക് ബാക്കി വരും. നമ്മൾ വേഗം ഇതുപോലെ തന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും, അല്ലെങ്കിൽ പുറത്ത് അങ്ങനെ കബോർഡിലോ അങ്ങനെയൊക്കെ ആക്കി വെക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾക്ക് എയറൊന്നും കടക്കാതെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പപ്പടം പിന്നെ നമ്മളത് പൊരിച്ചെടുക്കുമ്പം നല്ല പൊള്ളയ്ക്കും ഒന്നുമില്ല, ഇതല്ലാത്തൊരു രീതിയിലായിരിക്കും കിട്ടുക. ഇതുപോലെ കവർ എടുത്തിട്ട് ഈ ഒരു പപ്പടം ഈ കവറിൽ എയറൊന്നും കടക്കാത്ത രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് മടക്കി വെക്കുക. എന്തെങ്കിലും റബ്ബറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ, ഫ്രീസറിലല്ല കേട്ടോ, ഞാൻ ഫ്രിഡ്ജിലാണ് അങ്ങനെ ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് നല്ല പപ്പടം തന്നെ പിന്നെ നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കിട്ടും കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. ഞാൻ അവളോട് പറഞ്ഞ് പപ്പടമൊക്കെ കേടൊന്ന് പോകുകയാണ്, ഒന്നും ഇങ്ങനെ നല്ലപോലെ പൊള്ളച്ച് കിട്ടണില്ല ഫ്രിഡ്ജിൽ വെച്ചപ്പോഴെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു തന്നൊരു ടിപ്പാണ് അത് കേട്ടോ. ഇനി നാലാമത്തെ ടിപ്പ് നമ്മൾക്ക് എന്താണെന്ന് നോക്കാം. നാലാമത്തെ ടിപ്പ് ഇത് ഞാൻ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പഞ്ചസാര എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ, പഞ്ചസാരയിൽ ഉറുമ്പ്. ഇപ്പോൾ ഇവിടെ ചൂടായപ്പോൾ നല്ല ഉറുമ്പാണ് പഞ്ചസാരയിൽ. അങ്ങനെ ഞാൻ പഞ്ചസാരയിൽ ഉറുമ്പ് പോകാൻ ഇപ്പോൾ എന്താ ചെയ്യുക, ഗ്രാമ്പു ഒക്കെ ഇട്ട് നോക്കി, ഗ്രാമ്പു ഇട്ടിട്ടൊന്നും പോകുന്നില്ല കേട്ടോ. പിന്നെയാണ് ഞാൻ ലാസ്റ്റ് ഒരു പട്ട, ഇതുപോലൊരു കറുവപ്പട്ടേൻ്റെ ഒരു പീസ് ഇട്ടപ്പോൾ സ്വിച്ച് ഇട്ട പോലെ ഉറുമ്പ് അങ്ങോട്ട് പോയി. ഉറുമ്പ് എങ്ങിട്ടാ പോയത് എന്നറിയില്ല, അത്രയും നല്ലതാട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും നമുക്ക് നല്ലൊരു യൂസ്ഫുള്ളായ ഒന്നാണ് കേട്ടോ ഈ ഇത്. കറുവപ്പട്ട പഞ്ചസാരയിൽ ഇങ്ങനെ ഒരു പൊട്ട് ഇട്ട് വെച്ചാൽ മതി, ഒരു ചെറിയ പീസ് ഇട്ടാൽ മതി, ഉറുമ്പ് പെട്ടെന്ന് തന്നെ പോയി കിട്ടും.
ഇനി നമ്മളെ അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അഞ്ചാമത്തെ ടിപ്പ് നമ്മളെ വീട്ടിൽ എല്ലായിടത്തും കൂറ, പല്ലി, എലി ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അതിനെ തുരത്താൻ ഏറ്റവും നല്ലൊരു എളുപ്പ വഴിയാണ് ഇത് കേട്ടോ. ഞാൻ 3-4 പീസ് കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്കൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ പീസാക്കി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കൂറ, പല്ലി ഇതൊക്കെ വരുന്ന ഭാഗങ്ങൾ കൂടുതൽ നമ്മളെ കിച്ചണിൻ്റെ ഭാഗങ്ങളിലാണല്ലോ അല്ലേ കൂറ, പല്ലിയൊക്കെ ഉണ്ടാവുക. നമ്മളെ സിങ്കിൻ്റെ ഒക്കെ ഭാഗങ്ങളിലൊക്കെ. ഇപ്പോൾ ഞാൻ കുറച്ച് പൊടികൾ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഈ കൂറ വരുന്ന ഭാഗങ്ങളിൽ, സിങ്കിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ കൂറ, എലി, പല്ലിയൊക്കെ വരുന്ന ഭാഗങ്ങളിൽ ഇട്ട് കൊടുത്താൽ മതി. കറുവപ്പട്ട ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണല്ലോ, ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുണ്ടാകും. അപ്പോൾ അത് അത്രയും നല്ല ഒന്നാണ് കേട്ടോ കറുവപ്പട്ട. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം. അടുത്ത ടിപ്പും വളരെ ഉപകാരപ്പെട്ട ഒന്നാണ് കേട്ടോ. ഇത് നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായ ഒന്ന് തന്നെയാണ്. അടുത്ത ടിപ്പും നമ്മൾ കത്തിയാണ് എടുത്തിട്ടുള്ളത്. കത്തി മുറിച്ചില്ലെങ്കിൽ നമുക്ക് കിച്ചണിൽ ഒരു ജോലിയും ചെയ്യാൻ തോന്നൂല അല്ലേ. ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ പറയണേ. കത്തി എത്ര മുറിച്ചാക്കിയാലും മുറിച്ചാവൂല. എന്നാലും നമുക്ക് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. നല്ല കത്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ജോലികളും പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് കത്തി ഇങ്ങനെ ചെയ്താൽ കത്തി നല്ല മൂർച്ച ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പോൾ ഇതൊരു പുതിയ കത്തി ഇവിടെ കൊണ്ടുവന്നതായിരുന്നേ. പക്ഷേ ഒട്ടും മൂർച്ചയില്ലായിരുന്നു. ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ ഇത് നല്ല മൂർച്ചയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനൊക്കെ നല്ലതായിട്ടുണ്ട്. ഇപ്പോൾ നല്ല മൂർച്ചയായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കത്തി. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫോയിൽ പേപ്പർ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരില്ല, അങ്ങനെയുള്ളത് അങ്ങനെ മാറ്റി വെച്ചാൽ മതി. പിന്നെ കുറേ വീടുകളിൽ ഫോയിൽ പേപ്പർ ഉണ്ടാവുമായിരിക്കും അല്ലേ. ഇല്ലെങ്കിൽ നമ്മളെ ഈ കപ്പ്, സെറാമിക്കിൻ്റെ കപ്പില്ലേ, അതിൽ വെച്ചിട്ടും ഇതിങ്ങനെ ഒരതി കൊടുത്താൽ കത്തി നല്ല മൂർച്ചയായി കിട്ടും. അപ്പോൾ അടുത്ത ടിപ്പ്, ലാസ്റ്റ് ടിപ്പാണ്. ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതും വളരെ ഉപകാരപ്പെട്ട ഒരു ടിപ്പ് തന്നെയാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളെടുത്തുണ്ടെങ്കിൽ നമ്മളെ കിച്ചണിലെ പണി പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാൻ കഴിയില്ലേ. ചിക്കൻ കറി, ബീഫ് കറി, ബിരിയാണി, മീൻ കറി, എല്ലാതും എന്ത് കറി എന്തുണ്ടാക്കുകയാണെങ്കിലും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ബോട്ടിലിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി എടുത്ത് വെച്ചാൽ നമുക്ക് 1 മാസം വരെ എടുക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 മാസമായിട്ട് ഉണ്ടാക്കി വെച്ച ഒന്നാണ്. ഇതുവരെ ഒരു കേടും വന്നിട്ടില്ല, സ്മെല്ലൊന്നും പോയിട്ടില്ല, ഇപ്പോഴും നല്ലതാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതിൽ വെള്ളമൊക്കെ തുടച്ചെടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്തതാണ്. കുറച്ച് വിനെഗറും കല്ലുപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തതാണിത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കറികളും എല്ലാം കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ കുറച്ച് വലിയ ജീരകം, കുറച്ച് കറിവേപ്പില, ഒരു 2 പച്ചമുളകും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതും എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ ഒന്ന് തന്നെയാണ്. ഇതുപോലെ ഗ്ലാസ് ബോട്ടിലിൽ തന്നെ ആക്കി വെക്കാൻ നോക്കണം. നമ്മൾ വിനെഗറൊക്കെ ചേർത്തതല്ല, അപ്പോൾ ഗ്ലാസ് ബോട്ടിലിൽ തന്നെ ആക്കുക. ഫ്രീസറിലും ആക്കുക. ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കാറ്. പിന്നെ നനഞ്ഞ സ്പൂണ് ഒരിക്കലും ഇടരുത്. ഇതിൽ ഒരു ടീസ്പൂൺ അങ്ങനെ ഇട്ട് വെക്കുകയും ചെയ്യരുത്. നല്ല ഉണങ്ങിയ, നമ്മൾക്ക് ആവശ്യത്തിനുള്ളത് ഒരു ഉണങ്ങിയ ടീസ്പൂണ് വെച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് വേണ്ടത്. അപ്പം ഇന്നത്തെ ഈ ഒരു ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ. നിങ്ങളെല്ലാം ഇത് എങ്ങനെയാണ് ചെയ്യലെന്നും കൂടി നിങ്ങളെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ എല്ലാ ടിപ്സുകളും ഇങ്ങനെ തന്നെയാണോ ചെയ്യാറ്, അതോ വേറെ രീതിയിലാണോ, അതുകൂടി എനിക്കൊന്നും അറിയാമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.